ഷൊർണൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി പി ഹരിഗോവിന്ദന് വോട്ട് അഭ്യർത്ഥിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സുധീരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത അന്തരീക്ഷമുണ്ടാക്കി സമാധാന ജീവിതം ഇല്ലാതാക്കി സംസ്ഥാനത്തെ അസമാധാനത്തിന്റെ അരാജക വാഴ്ചയുടെ അവസ്ഥയിലേക്ക് എത്തിച്ച പിണറായി ദുർഭരണത്തിനെതിരെയുള്ള ശക്തമായ വിജയത്തിൽ ഈ തെരഞ്ഞെടുപ്പുണ്ടാകും. ജനവികാരത്തിന്റെ പ്രതീകമായി അറിയപ്പെട്ട ഹരിഗോവിന്ദൻ ജയിച്ച് നിയമസഭയിലേക്ക് എത്താൻ വലിയ ഉണ്ടാകും എന്ന ആശയത്തോടുകൂടി ഉറപ്പോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമായി യാത്രയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം ദേഹാസ്വാസ്ഥ്യം മൂലം ആശുപത്രിയിലായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് മാറി നിൽക്കാൻ പറ്റില്ല. അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെ കോൺഗ്രസിന് വേണ്ടി UDFിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവരോടൊപ്പം ചേർന്നേ മതിയാകൂ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 40ഓളം നിയോജകമണ്ഡലത്തിൽ പോകാൻ എനിക്ക് അവസരമുണ്ടായത്. മദ്യവും മയക്കുമരുന്നും വ്യാപകമാക്കിയ സർക്കാരാണിതെന്നും ഇതിനെതിരായ ജനവിധി ഉണ്ടാകുമെന്നും VM സുധീരൻ പറഞ്ഞു. മദ്യത്തിന്റെ വ്യാപനം, മദ്യത്തിന്റെ ഉപയോഗം, ലഭ്യത കുറച്ചുകൊണ്ടുവരുന്ന നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക. മദ്യം പോലെ തന്നെ ആവൽക്കരമാണ് മയക്കുമരുന്ന്. കഞ്ചാവും മയക്കുമരുന്നും വ്യാപകമായിരിക്കുന്നു. അതിന്റെ വ്യാപനം തടയുന്നതിനും നടപടി സ്വീകരിക്കും. ഇങ്ങനെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയവർ എന്താ ചെയ്തത്? കേരളത്തെ മദ്യവൽക്കരിച്ചു. ഈ ഉറപ്പ് നൽകുമ്പോൾ എന്താ സ്ഥിതി? കേരളത്തിൽ കേവലം 29 വാർഡുകൾ മാത്രമായിരുന്നു. 20,000-ത്തിലധികം കടന്നിരിക്കുന്നു. മദ്യമില്ലെങ്കിൽ മയക്കുമരുന്ന് വർദ്ധിക്കുമെന്നായിരുന്നു വാദഗതി. ഇപ്പം മദ്യം വ്യാപിച്ചു, മയക്കുമരുന്നും വ്യാപകമായി. ഒരു കാര്യം നമ്മളെ ഭയപ്പെടുത്തുന്നു. കോഴിക്കോട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മയക്കുമരുന്നിന്റെ കരിയറായി പിടിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടേക്കാണ് പോകുന്നത്. നമ്മുടെ തലമുറകളെ സർവനാശത്തിലേക്കാണ് പിണറായി സർക്കാർ നയിക്കുന്നത്. രാജ്യവ്യാപകമായി സമാധാനം ഇല്ലാതാക്കുന്ന ഭരണകൂടം അരാജകമായ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്നു. UDF മണ്ഡലം ചെയർമാൻ T ഹരിശങ്കർ സ്വാഗതം പറഞ്ഞു. P അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി P ഹരിഗോവിന്ദൻ, AICC നിരീക്ഷകൻ ചന്ദ്രൻ യാദവ്, VC കബീർ, PA തങ്ങൾ, C സംഗീത, ലക്ഷ്മി R ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.